ശ്രീ വിഷ്ണു നമ്പൂതിരി, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ച നടക്കുന്നുണ്ട്. ഇപ്പൊ ഇത്തരം ദുരന്തം എല്ലാം ഉണ്ടാവാൻ കാരണം മുഖ്യമന്ത്രിയുടെ ജാതകത്തിൽ ചില പ്രശ്നങ്ങളാണ് പറയുന്നത്. അതിൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഏറെക്കുറെ അത് വിശ്വസിക്കാവുന്ന ഒരു സമയം തന്നെയാണത്. അതായത് കന്യക്കൂറിൽ ജനിച്ച മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് ഇപ്പോൾ ചാരവശാല് 10ലേക്ക് മിഥുനൻ രാശിയിലേക്ക് കുജന്റെ പകർച്ച അനുകൂലമല്ല. അത് കന്നി ലഗ്നത്തിൽ തന്നെയാണ് കേരളം രൂപപ്പെട്ടത്. ആയത് ആഗസ്റ്റ് 26 മുതൽ ഒക്ടോബർ മാസം 20 വരെയാണ് കുജൻ 10ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത്. അപ്പൊ സെപ്റ്റംബർ, അത് കുജന്റെ മധ്യഭാഗത്താണ് ഇതിന്റെ ദോഷം വരുമെന്നാ പറഞ്ഞത്. അപ്പൊ സെപ്റ്റംബർ മാസത്തിൽ വീണ്ടും ഇതുപോലെ ഭൂചലനം ഉണ്ടാകാനും പേമാരി, വെള്ളപ്പൊക്കം, നാശനഷ്ടം ഇത്യാദി കാര്യങ്ങൾ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് കാണിക്കുന്നത്. കൂടാതെ മുഖ്യമന്ത്രിക്ക് ആരോഗ്യപരമായി കുറച്ച് പ്രശ്നങ്ങൾ രൂപപ്പെടുകയും മന്ത്രിസഭയിൽ തന്നെ ചില ഘടകകക്ഷികളും മറ്റും ജനങ്ങളും ഉണ്ടാകുന്നതായ അവസ്ഥയെക്കുറിച്ച് നോക്കിയപ്പോഴും സ്ഥാനചലനത്തിന് രാജിവെക്കേണ്ട ഒരു അവസ്ഥയും കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ പ്രകൃതി ദുരന്തങ്ങളും ഇതൊക്കെ ഉണ്ടാവാൻ കാരണം മുഖ്യമന്ത്രിയുടെ ശ്രീ പിണറായി വിജയന്റെ ജാതകത്തിലുള്ള പ്രശ്നമാണോ? അല്ല, എപ്പോഴും നമ്മളൊരു ഗൃഹനാഥന് സമയം മോശം വന്നാൽ അത് കുടുംബത്തിലെല്ലാവരും ബാധിക്കുന്നതാണല്ലോ. അതുപോലെ കേരളത്തില് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ജാതകവശാലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അഷ്ടമത്തിലെ കേതു സർവനാശങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ പ്രജകൾക്ക് അത് ബാധകമാണ്. ഈ സ്ഥലത്തിനും കേരളത്തിൽ തന്നെ അത് കുറച്ച് ബാധിച്ചു എന്ന് വരാം. അങ്ങനെയാണ് നമ്മൾ മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ മന്ത്രിസ്ഥാനം തെറിക്കും എന്നാണ് താങ്കളുടെ പ്രവചനം? ആ ഒരു കാലഘട്ടം തന്നെയാണ് ഇപ്പൊ കാണിക്കുന്നത്. ഒരു ചലനം ഉണ്ടാവാൻ 10ലെ ചൊവ്വയ്ക്കും സ്ഥാനചലനം പറയുന്നുണ്ട്. അത് മുഹൂർത്ത രാശിയുടെ 10ാം ഭാവത്തെ ചൊവ്വയായിരുന്നു. ഇപ്പോ അതുപോലെ തന്നെ ആ മുഹൂർത്ത രാശിയുടെ 10ാം ഭാവത്തിലേക്ക് ചൊവ്വ വരുമ്പോൾ സ്ഥാനചലനം എന്നാണ് പറയുന്നത്. ഇത് സർക്കാരിനാണോ സ്ഥാനചലനം ഉണ്ടാവുന്നത്, അതോ ശ്രീ പിണറായി വിജയന്റെ സ്ഥാനമാണോ? ശ്രീ പിണറായി വിജയന്റെ മുഖ്യമന്ത്രി സ്ഥാനം അതുപോലെ അത് പുതിയ മന്ത്രിസഭയ്ക്ക് രൂപം കൊള്ളാനും സാധ്യതയുണ്ട്. ഇതേ പാർട്ടിയിലുള്ള ഒരു പുതിയ മന്ത്രിസഭയ്ക്ക് സാധ്യതയുണ്ട്. അപ്പൊ ഈ ഇതിനൊരു മാറ്റം എന്താണ് ഇനി കാണുന്നത്? മാറ്റം ഇനി ഇതൊരു മന്ത്രിസഭ വന്നാലും കാലാവധി തയ്ക്കാതെ തന്നെ പോകും. LDF സർക്കാർ കാലാവധി പൂർത്തിയാക്കില്ല. ഓക്കെ, ശരി. നന്ദി.